ഹലോ, നമ്മളിന്ന് ഉള്ളിത്തണ്ട് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഇത് അറിയാമായിരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ ഒരു ഡൗട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണേ. അപ്പോൾ നമ്മളിത് ആ ഉള്ളിത്തണ്ടൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് ഞാൻ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പപ്പാത്രം ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഊർന്ന് പോയിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളിങ്ങനെ വെച്ചിരുന്നാൽ മതിയാവും, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം. എന്നിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ അങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, തേങ്ങയ്ക്ക് എത്ര വേണമെങ്കിലും എടുക്കാം നമ്മുടെ താല്പര്യം അനുസരിച്ച്. ഇനി നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ തന്നെ നമ്മുടെ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നമ്മൾ തോരനൊക്കെ അരച്ചെടുക്കുന്ന പോലെ തരി നിർത്തിയിട്ട് ഒന്ന് അരച്ചെടുക്കുക, ഒരുപാട് അരഞ്ഞു പോകരുതേ. അപ്പോൾ നമുക്കത് അരച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതേപോലെ ഉള്ളിത്തണ്ടങ്ങ് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കൊരു പാൻ എടുക്കാം, അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടങ്ങ് പൊട്ടിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ടങ്ങ് പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വറ്റൽമുളകാണ് കേട്ടോ, അത് നമ്മളങ്ങ് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു സവോളയുടെ പകുതിയും ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, അതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണേ. അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ആ സവോളയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ ആ കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ അത് പോകുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിത്തണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാൻ തേങ്ങയുടെ അളവ് മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ കൂടുതലെടുത്താലും നല്ലത് തന്നെയാണ് കേട്ടോ. തോരനൊക്കെ കുറച്ചധികം തേങ്ങ ഉണ്ടെങ്കിൽ അത് ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് നമ്മുടെ താല്പര്യം അനുസരിച്ചിട്ട് കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഉള്ളിത്തണ്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടങ്ങ് മുറിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ആ തോരന് നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ നോർമലി തോരൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അങ്ങ് ഉണ്ടാക്കി എടുത്തിരുന്നാൽ മതിയാവും. അപ്പോൾ നമ്മളിതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല, വേഗം നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഞാൻ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ടൊന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടേ. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് വെച്ചിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ ഒരു 2 പ്രാവശ്യം ഒന്ന് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ റെഡിയാവും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമ്മളിത് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഇത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് അറിയാൻ മേലാത്തത് കൊണ്ട് പലരും ഇത് വാങ്ങാതെ പോകാറുണ്ട്. അപ്പോൾ ഇനി എന്തായാലും കാണുവാണെങ്കിൽ വാങ്ങിക്കുക, ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ് കേട്ടോ, അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഇനി എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുമല്ലോ. ഉള്ളിത്തണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും തയ്യാറാക്കി നോക്കണേ. ഓക്കെ, താങ്ക്